പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ പോരാട്ടങ്ങളിൽ ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ഒന്നാണ്. നമുക്കറിയാം, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ശ്രീധരൻ ഏകദേശം 80% വോട്ടെണ്ണൽ കഴിയുന്നതുവരെയും മുൻപന്തിയിൽ തന്നെ നിന്നു. ഏറ്റവും ഒടുവിലാണ് ഷാഫി പറമ്പിൽ 3800ഓളം വോട്ടുകൾക്ക് അടിച്ചു കയറുകയും വിജയിക്കുകയും ചെയ്തത്. അതിനുശേഷം BJP ഏറ്റവും കൂടുതൽ നോട്ടമിട്ടിരിക്കുന്നതും പാലക്കാട് തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുകയും സുരേഷ് ഗോപി തൃശ്ശൂരിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവരികയും ചെയ്തതോടുകൂടി BJPക്ക് തൃശ്ശൂരിലെ പല മണ്ഡലങ്ങളും ഇപ്പോൾ A ക്ലാസ് മണ്ഡലങ്ങളായി കണക്കാക്കുകയും അവിടെ നോട്ടമിടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സുരേഷ് ഗോപി പിന്നെ അങ്ങോട്ട് നടത്തിയ പെർഫോമൻസ് നോക്കുമ്പോൾ BJPക്ക് പ്രതീക്ഷയില്ല എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായും ഒരു കോമാളിയെപ്പോലെ നടത്തുന്ന പെർഫോമൻസ്, വാസ്തവത്തിൽ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ മാധ്യമങ്ങളോട് തട്ടിക്കയറുന്ന രീതി, അതുമാത്രമല്ല ഈ അടുത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ, അതായത് മാധ്യമപ്രവർത്തകർ തടിച്ചുകൂടി അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഓഫീസിലെ കാര്യം ചോദിക്കണം, ഞാൻ മറ്റെവിടെയെങ്കിലും പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ചോദിക്കണം, ഇത്തരത്തിൽ നിരുത്തരവാദിത്തപരമായി കാര്യങ്ങൾ പറഞ്ഞതിന് അദ്ദേഹം ഏറെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ സദാസമയവും നെഗറ്റീവ് കമൻസുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുരേഷ് ഗോപി എന്ന വ്യക്തി സിനിമാ ജീവിതത്തിൽ നിന്നും വിട്ടുമാറാൻ താല്പര്യമില്ല എന്ന് കേന്ദ്രത്തിനെ അറിയിക്കുകയും കേന്ദ്രം അത് ശകാരമായി നിങ്ങൾ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ചെയ്യുന്നത്, അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എവിടെയാണ് പോവേണ്ടത് എന്ന രീതിയിൽ കേന്ദ്രം അദ്ദേഹത്തിനെ വഴക്ക് പറയുകയും, എന്നാൽ അതേസമയം തന്നെ ജനങ്ങൾക്കിടയിൽ വന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് മോഹവാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നതെന്ന് മനസ്സിലായതോടുകൂടി BJPയുടെ ഇമേജ് തന്നെ കേരളത്തിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ BJP സംപൂജ്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. BJPക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ നിന്ന് കിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് കാരണമാകുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും കൃത്യമായി ഒരുമിക്കുന്നത് കൊണ്ട് മാത്രമല്ല, നിഷ്പക്ഷരായ വോട്ടർമാർ അവർ ഒരിക്കലും BJPയെ സഹായിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിഷ്പക്ഷരായ ജനവിഭാഗം അവർ സഹായിച്ചതിന് സുരേഷ് ഗോപിയുടെ പക്കൽ നിന്നും കിട്ടിയിരിക്കുന്നത് അവർക്ക് കൈപ്പേറിയ അനുഭവം മാത്രമാണ്. അതായത് ജനപ്രതിനിധി എന്ന രീതിയിൽ സുരേഷ് ഗോപി തീർത്തും പരാജയമാണെന്ന് ആദ്യ 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഗീയ പാർട്ടിയെ ഒരു രീതിയിലും, അതും ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഈ വർഗീയ പാർട്ടിയെ ഒരിക്കലും അധികാരത്തിൽ കൊണ്ടുവരാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ ഒരു മേഖലയിലും കടന്നുകൂടാൻ അനുവദിച്ചുകൂടാ. പണ്ട് രാജഗോപാലിനെ നിയമത്ത് വിജയിപ്പിച്ചതല്ലാതെ ഇനി BJPക്ക് ഒരു അക്കൗണ്ട് കൊടുക്കരുത് എന്ന ദൃഢപ്രതിജ്ഞയുമായി ജനങ്ങൾ പോവുകയാണ്. അതിനിടയിൽ തോറ്റ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടേതായ കേന്ദ്രങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ ക്യാമ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായും ജാഗ്രതയോടെ കൂടി തന്നെയാണ് ഇവിടെ മതേതര കേരളം നീങ്ങുന്നത്.